രൺവീർ സിംഗിന്റെ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന സ്പൈ ആക്ഷൻ ത്രില്ലറായ ദുരന്തർ ദി റിവെഞ്ച് അഥവാ ദുരന്തർ 2 2026 മാർച്ച് 19 റിലീസ് ചെയ്തു. മുൻപ് വന്ന എല്ലാ ബോളിവുഡ് ചിത്രങ്ങളെയും കടത്തിവെട്ടുന്ന ഒരു റെക്കോർഡ് ബോക്സ് ഓഫീസ് തുടക്കമാണ് ഈ ചിത്രം കുറിച്ചത്. ആദ്യ ദിവസം ലോകമെമ്പാടും നിന്ന് ഈ സിനിമ 240 കോടി രൂപയുടെ ഗംഭീര കളക്ഷൻ നേടി. ഇതിൽ 165 കോടി രൂപ ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് ലഭിച്ചത്. ഈ വൻ വിജയം ബോളിവുഡിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ നേടിയ ചിത്രമായി ഇതിനെ മാറ്റി. ഷാറൂഖ് ഖാന്റെ 2023 റിലീസായ ജവാൻ എന്ന സിനിമയുടെ റെക്കോർഡാണ് ഇപ്പോൾ ദുരന്തർ തകർത്തത്. 129 കോടി രൂപ നേടി ജവാനായിരുന്നു അതുവരെ ഈ റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നത്. ആദിത്യ ദർ സംവിധാനം ചെയ്ത ഈ രണ്ടാം ഭാഗം 2025 ഇറങ്ങിയ ദുരന്തർ എന്ന സിനിമയുടെ കഥയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യ ഭാഗമായ ദുരന്തർ ബോളിവുഡിലെ എക്കാലത്തെയും വലിയ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു. ലോകമെമ്പാടും നിന്ന് 1305.35 കോടി രൂപയാണ് ആ സിനിമ നേടിയിരുന്നത്. ഈ പ്രോജക്ടിന്റെ വലിയ വ്യാപ്തിയും കഥയുടെ സങ്കീർണതയും കാരണം അണിയറ പ്രവർത്തകർ ഇതിനെ 2 ഭാഗങ്ങളായി തിരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 2024 ജൂലൈ മുതൽ 2025 ഒക്ടോബർ വരെ ഇന്ത്യയിലും തായ്ലൻഡിലുമായി ഒരേ സമയം തന്നെയായിരുന്നു ഈ 2 ചിത്രങ്ങളുടെയും ഷൂട്ടിംഗ് നടന്നത്. ആദ്യ ഭാഗമായ ദുരന്തർ 2025 ഡിസംബർ 5-നാണ് റിലീസ് ചെയ്തത്. രൺവീർ സിംഗിനൊപ്പം അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ, ആർ. മാധവൻ തുടങ്ങിയ വലിയൊരു താരനിരയും ഈ സിനിമയിൽ അണിനിരന്നിരുന്നു. ദുരന്തർ ദി റിവെഞ്ച് എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് വിജയക്കുതിപ്പ് അതിന്റെ ഔദ്യോഗിക റിലീസിന് മുൻപേ തന്നെ തുടങ്ങിയിരുന്നു. 2026 മാർച്ച് 18 നടന്ന പെയ്ഡ് പ്രിവ്യൂ ഷോകളിൽ നിന്ന് മാത്രം സിനിമ ഇന്ത്യയിൽ ഏകദേശം 43 കോടി രൂപ നെറ്റ് കളക്ഷൻ നേടി. ആഗോളതലത്തിൽ ഇത് 75 കോടി രൂപ ഗ്രോസ് കളക്ഷനാണ് ചിത്രം സ്വന്തമാക്കി. ഇതോടെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പെയ്ഡ് പ്രിവ്യൂ കളക്ഷൻ എന്ന റെക്കോർഡും ദുരന്തർ സ്വന്തമാക്കി. ഔദ്യോഗിക റിലീസ് ദിവസമായ മാർച്ച് 19 ദുരന്തർ ഇന്ത്യയിൽ നിന്ന് 102.55 കോടി രൂപ നെറ്റ് കളക്ഷൻ വാരിക്കൂട്ടി. ഇതോടെ ഒറ്റ ദിവസം കൊണ്ട് ചിത്രത്തിന്റെ ആഭ്യന്തര നെറ്റ് കളക്ഷൻ 145 കോടി രൂപയായി ഉയർന്നു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ ഓപ്പണിംഗ് ഡേ കളക്ഷനാണ് ദുരന്തർ സ്വന്തമാക്കിയത്. രണ്ടാം ദിവസമായ മാർച്ച് 20 ദുരന്തർ ഇന്ത്യയിൽ നിന്ന് 80.72 കോടി രൂപയുടെ നെറ്റ് കളക്ഷൻ കൂടി സ്വന്തമാക്കി. ഇതോടെ മൊത്തം ആഭ്യന്തര നെറ്റ് കളക്ഷൻ 226.27 കോടി രൂപയായി ഉയർന്നു. മാർച്ച് 20 ആയപ്പോഴേക്കും ആഗോളതലത്തിൽ ചിത്രം 236.63 കോടി രൂപ ഗ്രോസ് കളക്ഷനും നേടിയിരുന്നു. മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉഗാദി, ഗുഡിപാഡ്വ പോലുള്ള ആഘോഷ അവധികളുടെ സമയത്തായിരുന്നു ദുരന്തർ ഇന്റെ റിലീസ്. ഇത് ചിത്രത്തിന്റെ ആഭ്യന്തര കളക്ഷന് കാര്യമായ ഒരു കുതിപ്പേകുകയും ചെയ്തു. ദുരന്തർ ദി റിവെഞ്ച് എന്ന ഈ ചിത്രത്തിൽ രൺവീർ സിംഗ്, അർജുൻ രാംപാൽ, സഞ്ജയ് ദത്ത്, ആർ. മാധവൻ, സാറ അർജുൻ എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ആദ്യ ഭാഗത്തിലെ പല താരങ്ങളും അവരുടെ പഴയ കഥാപാത്രങ്ങളായി തന്നെ ഈ ചിത്രത്തിലും എത്തുന്നുണ്ട്. ഒളിവിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജന്റ് കറാച്ചിയിലെ ക്രിമിനൽ സംഘങ്ങളിലേക്കും രാഷ്ട്രീയ ശക്തികളിലേക്കും നുഴഞ്ഞുകയറുന്നതാണ് ഈ സിനിമയുടെ പ്രധാന കഥ. 26/11 ആക്രമണങ്ങൾക്ക് പകരം വീട്ടാനും ഇതിലൂടെ വലിയ ഭീഷണികളെ നേരിടാനുമാണ് ഇയാൾ ശ്രമിക്കുന്നത്. ഈ സിനിമയുടെ യാഥാർത്ഥ്യത്തോട് ചേർന്നുള്ള കഥയും നല്ല കിടിലൻ ആക്ഷൻ രംഗങ്ങളും ഒക്കെ കാരണം നിരൂപകർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഹിന്ദുസ്ഥാൻ ടൈംസിലെ ഋഷഭ് സൂരി പറഞ്ഞത് ഇതൊരു റോളർ കോസ്റ്റർ ത്രില്ലർ ആണെന്നാണ്. രൺവീർ സിംഗിന്റെ ഗംഭീര പ്രകടനം ചിത്രത്തെ വേറെ ലെവലിലേക്ക് എത്തിച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ തുടങ്ങിയ പല ഭാഷകളിലും ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഇന്ത്യയിലെ ഒരുപാട് പ്രേക്ഷകരിലേക്ക് ഈ ചിത്രം എത്തിച്ചേർന്നു. 229 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം ഇതുവരെ ഇറങ്ങിയ ഇന്ത്യൻ സിനിമകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള 8ാമത്തെ സിനിമ കൂടിയാണ്. ദുരന്തർ 2 ഈ വമ്പൻ വിജയം ഒരു വ്യക്തിഗത നേട്ടം മാത്രമല്ല, ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരുപാട് മാറ്റങ്ങളെയും ഇത് അടിവരയിടുന്നുണ്ട്. ഇന്ത്യൻ സിനിമകളിൽ എക്കാലത്തെയും വലിയ 2ാമത്തെ ഓപ്പണിംഗാണിത്. പ്രേക്ഷകർക്കിടയിൽ ചിത്രത്തിനുള്ള വലിയ സ്വീകാര്യതയുടെ തെളിവ് കൂടിയാണിത്. ആദ്യദിന ആഗോള കളക്ഷനിൽ RRR 223 കോടി, ബാഹുബലി 2 214 കോടി, കൽക്കി 2898 174 കോടി, KGF ചാപ്റ്റർ 2 159 കോടി തുടങ്ങിയ വലിയ ഇന്ത്യൻ ചിത്രങ്ങളെയും ദുരന്തർ 2 പിന്നിലാക്കി. ഇന്ത്യൻ സിനിമകളിൽ ഇതിനേക്കാൾ വലിയ ഓപ്പണിംഗ് കളക്ഷൻ നേടിയത് പുഷ്പ 2 ദി റൂൾ മാത്രമാണ്. 257 കോടി രൂപയാണ് അവർ ആദ്യദിനം നേടിയ ആഗോള കളക്ഷൻ. ചിത്രത്തിന്റെ കഥ ദക്ഷിണേഷ്യയിലെ യഥാർത്ഥ രാഷ്ട്രീയ സംഭവങ്ങളെയും സംഘർഷങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. 1999 IC-814 വിമാന റാഞ്ചിൽ, 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇത് സ്പൈ ത്രില്ലർ വിഭാഗത്തിലുള്ള ഈ ചിത്രത്തിന് ഒരു റിയലിസ്റ്റിക് ഭാവം നൽകുന്നുണ്ട്. വിശാലമായ കഥ പറച്ചിലും ഹൈ ഒക്ടേൻ ആക്ഷൻ രംഗങ്ങളും ചേർന്ന ഈ ചിത്രം പ്രേക്ഷകരുമായി നന്നായി ചേർന്നുപോയി. ദുരന്തർ ആദ്യ ഭാഗത്തിലെ ആ ഒരു ഗംഭീര പ്രകടനത്തിന് ശേഷം രൺവീർ സിംഗിന് ഇപ്പോൾ ഈ പുതിയ വിജയവും കൂടി ലഭിച്ചതോടെ അദ്ദേഹത്തിന്റെ കരിയർ ശരിക്കും ഉഷാറാവുകയാണ്. ഡോൺ 3 ഉൾപ്പെടെയുള്ള ചില വലിയ പ്രോജക്റ്റുകളും അദ്ദേഹത്തിനുണ്ട്. ഡോൺ 3 2026 ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാലുടൻ ലോകാവസാനത്തിന് ശേഷമുള്ള ഒരു ത്രില്ലറായ പ്രളയ എന്ന ചിത്രവും രൺവീറിന്റേതായി വരുന്നുണ്ട്. രൺവീർ സിംഗ് മാത്രമല്ല ഷാരൂഖ് ഖാൻ, മഹേഷ് ബാബു തുടങ്ങിയ മറ്റു മുൻനിര താരങ്ങൾക്കും പ്രധാന സിനിമകൾ വരാനുണ്ട്. ഷാരൂഖ് ഖാന്റേതായി 2026 പകുതിയോടെ ഒരു ആക്ഷൻ ഡ്രാമയായ കിങ്, പിന്നെ 2027 ടൈഗർ വേഴ്സസ് പഠാൻ എന്നീ ചിത്രങ്ങളുമുണ്ട്. മഹേഷ് ബാബുവിന്റെ അടുത്ത ചിത്രമായ വാരണാസി 2027 റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദുരന്തർ പോലുള്ള ചിത്രങ്ങൾ തുടർച്ചയായി വലിയ വിജയം നേടുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്: വലിയ ബജറ്റിൽ ഒരുക്കുന്ന ഇന്ത്യൻ സിനിമകൾക്ക് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ വലിയൊരു മാർക്കറ്റുണ്ട്. ഇത് നമ്മുടെ സിനിമാ വ്യവസായത്തിന് ലോകമെമ്പാടും നല്ല സ്വാധീനമുണ്ടാക്കാൻ സഹായിക്കുന്നുമുണ്ട്.